ചൈനയാണ് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം നടത്തുന്നത്. അതുമാത്രമല്ല, ശ്രീലങ്കൻ സർക്കാർ എന്ന് പറയുന്നത് ഒബാമ നിയന്ത്രിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ മാനസപുത്രന്മാരായിരുന്നു ശ്രീലങ്കൻ സർക്കാർ. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയതിന് ശേഷം, ഉദ്ഘാടനം ചെയ്തതിന് ശേഷം 2 കപ്പലുകൾ, രണ്ടും ശ്രീലങ്കയിൽ നിന്ന് പുറപ്പെട്ടതാണ്. വിഴിഞ്ഞം വഴി നമ്മുടെ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് വന്ന 2 കപ്പലുകൾ മുങ്ങി. ഒന്ന് എൽസാത്രി, ഇപ്പോൾ വാൻഹായ് 503 എന്ന് പറയുന്ന ചൈന ബന്ധമുള്ള സിംഗപ്പൂർ കപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇതത്ര യാദൃശ്ചികമാണോ? വിഴിഞ്ഞം വന്നതിന് ശേഷമാണ് ഈ കപ്പലുകൾ മുങ്ങുന്നത്. വിഴിഞ്ഞത്തിന് മുമ്പ് 10-18 വർഷം മുമ്പ് ഒരു കപ്പൽ മുങ്ങിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ട്രക്കുകളൊക്കെ ആയിട്ട് വന്ന മരിയ എന്ന് പറഞ്ഞൊരു കപ്പൽ. അത് നമ്മുടെ കൊച്ചിക്ക് ഇന്നൊരു 10-20 കിലോമീറ്റർ അപ്പുറം മുങ്ങിക്കിടപ്പുണ്ട്. അവിടെ ബോയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ബോട്ടുകൾക്ക് അപകടം പറ്റാതിരിക്കാൻ. പൊക്കാൻ ശ്രമിച്ചിരുന്നു കൊച്ചിയിലുള്ള. ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് ചക്രവാണി, പ്രസാദ് ചക്രവാണിയുടെ നേതൃത്വത്തിൽ അത് പൊക്കിയെടുക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ട് പിന്നെ അത് വയബിളല്ല എന്ന് കണ്ടിട്ട് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇനി ഒരു കപ്പൽ കൂടി കേരള തീരത്ത് മുങ്ങിയാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, കൊച്ചി തുറമുഖം, DP വേൾഡിൻ്റെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ വരാൻ സംശയിക്കും, ഭയപ്പെടും. കാരണം നമ്മളറിയാം, നമ്മുടെ കൊച്ചി കപ്പൽച്ചാലിൽ ഒരു ബോട്ട് മുങ്ങിയാൽ പോലും അത് എടുത്തും മാറ്റുന്നവരെ കപ്പൽ ഗതാഗതം മുടങ്ങിപ്പോകും. അപ്പോഴാണ് കേരളത്തിലെ കോസ്റ്റൽ ഏരിയയിൽ, കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ കപ്പൽച്ചാലിൽ വലിയ കൂറ്റൻ കപ്പലുകൾ കണ്ടെയ്നറുകളുമായിട്ട് മുങ്ങുന്നു. ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുകയാണ്, എവിടെയാണെന്നറിയില്ല. ഈ കണ്ടെയ്നറുകൾ പിടിച്ചെടുത്തില്ലെങ്കിൽ വരുന്ന കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ കുടുങ്ങിയിട്ട് കപ്പലുകൾക്ക് വലിയ അപകടം പറ്റും. അപ്പോൾ ഇത് മുങ്ങിയ കപ്പൽ മാത്രമല്ല, കപ്പലിൽ നിന്ന് കടലിനടിയിലേക്ക് താഴ്ന്നു പോയ ചരക്കുള്ള കണ്ടെയ്നറുകളും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളും അപകടമാണ്. അപ്പോൾ കേരള തീരം കപ്പൽ ഗതാഗതത്തിന് പറ്റിയതല്ല എന്നൊരു മെസ്സേജ് പതുക്കെ പടരുകയാണ്. 2 കപ്പൽ ഒരു മാസത്തിനുള്ളിൽ മുങ്ങി. അപ്പോൾ ഇനിയൊരു കപ്പൽ കൂടി മുങ്ങാതിരിക്കട്ടെ. മുങ്ങിയാൽ നമ്മുടെ തുറമുഖം വഴിയുള്ള കച്ചവടം, കപ്പൽ ഗതാഗതം വലിയ തോതിൽ ബാധിക്കാനിടയുണ്ട്. അതുമാത്രമല്ല, ഈ കപ്പലുകൾ തുറമുഖത്തേക്ക് വന്നില്ലെങ്കിൽ ഡോക്കിംഗ് ഫീ ഇനത്തിൽ വലിയ തുക തുറമുഖങ്ങൾക്ക്, വല്ലാർപാടത്തിനും DP വേൾഡിനും, അതായത് വല്ലാർപാടത്തിനും വിഴിഞ്ഞത്തിനും ഒക്കെ വലിയ നഷ്ടമുണ്ടാകും. ഡോക്ക് ചെയ്യാനുള്ള ഒരു ഫീ തുറമുഖങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ്. അതുകൂടാതെയുള്ളത്, ഈ തുറമുഖത്ത് കെട്ടിക്കിടക്കുന്ന ചരക്കുകൾ കൃത്യസമയത്ത് നീക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡമറേജ് ഇനത്തിലും വലിയ തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ വലിയ തോതിൽ നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഒന്നാണ് ഈ 2 കപ്പലുകൾ മുങ്ങിയതിലൂടെ പുറത്തേക്ക് വരുന്ന സന്ദേശമെന്ന് നമ്മുടെ ആളുകൾ, നമ്മുടെ സർക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് സംശയമാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് അത്ര വലിയ താല്പര്യമില്ല ഇന്ത്യക്കുണ്ടാവുന്ന താല്പര്യങ്ങൾ. ശ്രീലങ്ക ഉണ്ടാക്കിയ ഹമ്പൻതോട്ട തുറമുഖത്തിന് വെല്ലുവിളിയാണ് മദർഷിപ്പുകൾക്ക് സ്വാഭാവിക തുറമുഖമായ വിഴിഞ്ഞത്ത് വന്നെടുക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഒരേ സമയത്ത് ലോകത്തെ 2 വലിയ ശക്തികൾക്ക്, ഡീപ് സ്റ്റേറ്റിനെ കൊണ്ട് നടക്കുന്ന അമേരിക്കയ്ക്കും ചൈനയ്ക്കും വെല്ലുവിളിയായി ഇന്ത്യ മാറുന്ന പശ്ചാത്തലത്തിൽ ഈ 2 വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾ നമ്മുടെ സമുദ്രമേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ? സ്വാഭാവികമാണ് ഈ കപ്പലുകൾ മുങ്ങുന്നതെന്ന് കരുതിയാൽ അത്ര നിഷ്കളങ്കമായിരിക്കുമോ? നമ്മളിത് ചർച്ച ചെയ്യുന്നത് സംശയിച്ച് നിന്നെങ്കിലും ഇന്നലെ 2 ദേശീയ ചാനലുകൾ, CNN-ഉം റിപ്പബ്ലിക്കും, ചൈനയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന സംശയം വിദഗ്ധരെ വെച്ചിട്ട് തന്നെ ഉന്നയിച്ചിരുന്നു. സൈനിക മേധാവികളും റിട്ടയർ ചെയ്തവർ, ഡിപ്ലോമാറ്റ്സ് ഒക്കെ ആ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ഒരാൾ പോലും ചൈന ഇതിൻ്റെ പിന്നിലല്ല എന്ന് പറഞ്ഞില്ല. ചൈനയെ സംശയിക്കണം എന്ന് തന്നെയാണ് 2 ചാനലുകളിലും വേറെ വേറെ വിദഗ്ധരാണുള്ളത് അവർ പറഞ്ഞത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർമാരായിരുന്ന 2 പേര് മാത്രം എങ്ങും തൊടാതെ, അവർക്ക് പരിമിതിയുണ്ട്. അവർ അപകടം പറ്റിയാൽ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ അല്ലേ, ഇങ്ങനെ കെടുത്താം എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ അല്ലാതെ മറ്റേതിലേക്ക് അവർ കടന്നില്ല. ഇവർക്ക് ചൈനയുടെ താല്പര്യങ്ങളായിട്ട്, അതായത് ഇന്ത്യ വളരുന്നത് എന്തായാലും ചൈനയ്ക്ക് കണ്ടുകൂടാ, അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അതെ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശ്രീലങ്ക പോലുള്ള, അതായത് ഒരു സ്ഥലത്തൊരു തുറമുഖം ശ്രീലങ്കയ്ക്ക് ഉണ്ടായെന്നിരിക്കട്ടെ, ഹമ്പൻതോട്ട, പക്ഷെ ശ്രീലങ്കയിൽ ആ തുറമുഖം ഉണ്ടാവാൻ മാത്രമുള്ള കച്ചവടമോ അങ്ങനത്തെ സംഭവമൊന്നും ശ്രീലങ്കയിലില്ല.
കാരണം അതിനൊരു കണക്കും ഇത്ര കോടി ഇത്ര ബില്യൺ എന്നുള്ള കണക്കുണ്ട്. അതെ അതെ. ഈ ഇപ്പുറത്ത് ഇവിടെ തുറമുഖം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇത്രയും ബില്യന്റെ കച്ചവടം വേണം എന്നുള്ള കണക്കുണ്ട്. അതൊക്കെ ഈ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹമ്പൻ തോട്ട ശ്രീലങ്കയിലെ പോലുള്ള തുറമുഖങ്ങൾ ഇങ്ങനത്തെ രാജ്യങ്ങളിലുമൊക്കെ പോയി, ഇപ്പോൾ ചിറ്റഗോങ് പാകിസ്ഥാൻ ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ചൈന ഈ തുറമുഖങ്ങൾ ഈ പാട്ടത്തിനോ അല്ലെങ്കിൽ കടക്കിണിയിൽ പെടുത്തിയിട്ടോ BRI എന്ന് പറഞ്ഞ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയി പണിത് കൊടുത്തിട്ട് ഇതിനെ കടക്കിണിയിലാക്കുകയാണല്ലോ, രാജ്യത്തിന് ഡെറ്റ് ട്രാപ്പിൽ വരികയാണ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ തുറമുഖങ്ങൾ ഡുവൽ യൂസ് ആണല്ലോ തുറമുഖം എന്ന് പറയുന്നത്, സൈനിക സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റി എടുക്കുകയാണ് ഈ ശ്രീലങ്കയിൽ. അപ്പോൾ ഈ കപ്പൽ ഇതിനു മുമ്പും ഈ കപ്പൽ പ്രത്യേകിച്ചും ശ്രീലങ്കയിൽ വന്നു, ശ്രീലങ്കയിൽ നിന്ന് ചരക്ക് കയറ്റുന്നു, അവിടെ ഇറക്കിയ ചരക്കിയത് ചരക്കിയത്. അത് മാത്രമല്ല എൽസ-3യെ അപേക്ഷിച്ച് അതീവ മാരകമായ വിഷവസ്തുക്കൾ ഈ കപ്പലിലുണ്ടായിരുന്നു. മാത്രം അത് നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന പ്രശ്നം. ഇപ്പം തന്നെ ആളുകൾ എൽസ-3 മുങ്ങിയപ്പോഴേ ആളുകൾ മത്സ്യം ഉപയോഗിക്കുന്നത് കുറച്ചു. ഇനിയിപ്പോൾ ട്രോളിംഗ് കാലമാണ്, മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. ആ സമയത്ത് ഈ ജനിക്കാൻ പോകുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷവസ്തുക്കൾ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പം ദൂരവ്യാപകമായി ഇനി കുറേ കാലത്തേക്ക് നമ്മുടെ മത്സ്യങ്ങൾക്കുള്ളിലേക്ക് ഇപ്പോൾ വാൻ ഹായ് എന്ന കപ്പലിൽ നിന്ന് മുങ്ങിയ വിഷവസ്തുക്കൾ എൽസ-3 മാരകമായ വിഷവസ്തുക്കളാണ് ഇതിലുണ്ടായിരുന്നത്. അതിൻ്റെ പേരൊക്കെ പത്രങ്ങളിൽ വന്നുകൊണ്ട് നമ്മൾ ആവർത്തിക്കുന്നില്ല. അത് വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു രാസായുധ പ്രയോഗം നടത്തിയതിന് സമാനമായ ഒരു അറ്റാക്കായിട്ടുകൂടെ വേണമെങ്കിൽ ഇതിനെ കാണാം. സാമ്പത്തിക ആക്രമണവും ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ മത്സ്യസമ്പത്തിനെ വലുതായിട്ട് ബാധിക്കും ഇത് എന്നുള്ളത്. പിന്നെ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ആ പഴയ കപ്പലിന്റെ അവിടെയും എന്തോ ബോയി ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം വേറെ കുറച്ച് ഏരിയ മാറ്റിയിട്ട്. അപ്പോൾ ചൈനയുടെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇപ്പോൾ ഇന്ത്യയെ സഹായിച്ചതിൽ മറ്റേ നാവികരെയൊക്കെ രക്ഷപ്പെടുത്തിയതിലൊക്കെ സന്തോഷമൊക്കെ രേഖപ്പെടുത്തി ചൈനയുടെ ആ അംബാസഡറായ സ്ത്രീ ഇന്നലെ പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രസ്താവന ഇറക്കിയപ്പോൾ സംശയങ്ങൾ കൂടുകയാണ് ചെയ്തത്. ഉടനെ കയറി സന്തോഷമൊക്കെ രേഖപ്പെടുത്തിയത് അപ്പോഴാണ് ഈ ചർച്ച തന്നെ വന്നത്, ചൈനയുടെ താല്പര്യങ്ങൾ ഇതിൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ ചൈന ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഇന്ത്യക്ക് ഇപ്പോൾ നമ്മുടെ സേനക്കരയിലും ആകാശത്തിലുമൊക്കെ ഈ സംഘർഷത്തിലൊക്കെ കണ്ടല്ലോ. പക്ഷേ മാരിടൈം സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഇന്ത്യ അങ്ങനെ വികസിപ്പിച്ചെടുത്തിട്ടില്ലെന്ന്. ഇത് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വിഹരിക്കാവുന്ന വിധത്തിലാണ് ഈ സംഭവം കിടക്കുന്നത് എന്ന് പറയാമോ? അതിനകത്ത് ചർച്ച ചെയ്യുന്ന ആളുകൾ പറയുന്നു മാരിടൈം സെക്യൂരിറ്റി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ മാരിടൈം സെക്യൂരിറ്റിയിൽ വേണ്ടത്ര ജാഗ്രതയില്ല, ശ്രദ്ധയില്ല. നമുക്ക് സേനയും വിമാനവാഹിനിയും ഇപ്പോൾ മറ്റേ INS സൂറത്തുടനെ അവിടെ ചെല്ലുകയൊക്കെ ചെയ്തില്ലേ. പക്ഷെ പിന്നെ വേറൊരു പ്രശ്നം, നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ ഇത് എന്തായാലും ചൈനയുമായി ബന്ധമുള്ള കപ്പലാണല്ലോ. ചൈനയുമായി ബന്ധമുള്ള ഏത് കപ്പലും ഡുവൽ യൂസ് ഷിപ്പാണ്. അതായത് അവർ ഗവേഷണത്തിന് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ശ്രീലങ്കയിലേക്കൊക്കെ കപ്പലുകൾ വന്നല്ലോ ചൈനയുടെ. അപ്പം നമ്മൾ ഈ പുതിയ പ്രസിഡന്റ് വന്ന ശേഷം നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സംയുക്ത അഭ്യാസം കൊളംബോ റദ്ദാക്കി, ചൈനയുമായിട്ടുള്ള സംയുക്ത അഭ്യാസം റദ്ദാക്കി. കാരണം അവിടെ 2-3 കപ്പലുകൾ കൊളംബോയിലും ഈ ഹമ്പൻ തോട്ടയിലും ഒക്കെ വന്നത് ഇന്ത്യയെ നിരീക്ഷിക്കാനാണ്. ചാരക്കപ്പലാണ്. ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് പലതും ചെയ്യാനുള്ളതാണ്, സമുദ്രാന്തർഭാഗത്തെ ഗവേഷണത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. മാത്രമല്ല ചൈന തന്നെ ഇപ്പോൾ ഒരു സമുദ്രാന്തർഭാഗത്ത് സ്റ്റേഷൻ വികസിപ്പിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ബഹിരാകാശ സ്റ്റേഷൻ ഉണ്ടല്ലോ, ISS എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതുപോലെ കടലിൻ്റെ അടിയിൽ ഒരു സ്റ്റേഷൻ, അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ഈ നാവികരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ചൈന സീ അവിടെ ഇപ്പോൾ പ്രശ്നമുണ്ട്. അമേരിക്കയുടെ സേനയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തായ്വാനിൽ എന്തായാലും തായ്വാന് ഇന്ത്യക്കെതിരായ താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനൊരു കപ്പൽ അയക്കുന്നതിൻ്റെ അകത്ത്.
അപ്പോൾ ആദ്യത്തെ ഇത് രണ്ടും കപ്പലിൻ്റെ കമ്പനികൾ പ്രധാനപ്പെട്ട കമ്പനികളാണ് ലോകത്തിൽ. ഇതിലാകെ പോസിറ്റീവായിട്ടുള്ളത് അതാണ്. പക്ഷേ ആ കപ്പലുകളെ, വലിയ കമ്പനികളായിക്കോട്ടെ, ആ കപ്പലുകളെ ആരെങ്കിലും മുക്കുന്നതാണോ എന്നുള്ള സംശയം. ആദ്യത്തെ കപ്പൽ MSCയുടെ ആണ്. MSC എന്ന് പറഞ്ഞത് കപ്പലുകൾ വാടകയ്ക്ക് എടുത്ത് കൊടുക്കുക. അവരുടെ ഈ കപ്പലുകൾ MSCയുടെ സ്വന്തമല്ല, അവർ കപ്പൽ ഗതാഗതം നടത്തുകയാണ്. ഉടമയെ പറ്റി ഞാൻ ഇന്നലെ ഒരു ലേഖനം വായിച്ചിരുന്നു. ചെറിയ നിലയിൽ നിന്ന്, എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, ഉയർന്നു വന്നതാണെന്ന്. അയാൾ ഇറ്റലിക്കാരനാണ് ഉടമ എന്ന് പറയുന്നത്. പക്ഷേ ഈ കപ്പലിൻ്റെ അകത്ത് ഇതുപോലത്തെ സ്ഫോടകങ്ങളുണ്ടല്ലോ, അതും ഈ ഡെക്കിൻ്റെ അടിയിലാണ് ഈ സ്ഫോടകങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുമൊക്കെ. അപ്പോൾ ഈ 2 തുടർച്ചയായിട്ട് ഉണ്ടായതും വിഴിഞ്ഞം അദാനിയോടുള്ള എതിർപ്പ്, അമേരിക്കയ്ക്ക് ഭീകര എതിർപ്പല്ലേ, അവിടെ കേസ് ഫയൽ ചെയ്തല്ലേ ബൈഡന്റെ കാലത്ത്. ഇവിടെ നടന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാത്തൊരു കാര്യത്തിൽ അവിടെ അദാനിക്കെതിരെ കേസെടുത്താണത്. ഹൈദരാബാദിൽ എന്തോ നടന്നു, അത് ഇവിടെ അറിയിച്ചില്ല, ഓഹരി ഉടമകളെ ഇവിടെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസാണ്. അത് തള്ളിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഇന്ത്യ വൻശക്തിയാകുന്നതിലുള്ള അസൂയ മൂത്തിട്ട് ഇത് ചെയ്തതാണോ എന്നൊരു ചർച്ച പൊതുവിൽ ഉയരുന്നുണ്ട്. അതിനകത്ത് കഴമ്പുണ്ട് എന്ന് തന്നെ കരുതണം, അല്ലേ? അതെ, കാരണം ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ്. നമ്മളൊരു കപ്പൽ ഇറക്കുകയാണെങ്കിൽ ആ ഉപയോഗത്തിനാണല്ലോ. ഇവർ കപ്പലുകൾ ഇറക്കുന്നതൊക്കെ, അതുപോലെ തുറമുഖങ്ങൾ പാട്ടത്തിനെടുക്കുന്നത്, ഇതൊക്കെ സൈനിക താല്പര്യങ്ങൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.